ഓക്കെ പ്രോ പഴംപൊരിയും ബീഫും പിന്നെയും പഴംപൊരിയും ബീഫും പിന്നെന്താ നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെറൈറ്റി ഉണ്ടാക്കിയ പോലെ ഈ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി ബീഫ് ബോൾ. നമുക്ക് ഉണ്ടാക്കിയാലോ. വയോ ഒരു ഫുൾ ഏത്തപ്പഴം എടുത്ത് കൊണ്ട് കട്ട് ചെയ്ത് നേരെ കൊണ്ട് കുക്കറിലേക്ക് കൊണ്ടിട്ടോ. അതിലേക്ക് കുറച്ച് പാനി വയ്ക്കുക, പഴത്തിന്റെ അര മുങ്ങി കിടന്നോട്ടോ. എന്നിട്ട് കുക്കറിലിട്ട് 2 വിസിലും കൊണ്ട് അടിക്കുക. അത് അവിടെ കിടന്ന് നടക്കട്ടെ. നമുക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ഫ്ലേവർ, അതായത് മൈദ, കാക്കപ്പ അരിപ്പൊടി, ഇൻസ്റ്റന്റ് ഈസ്റ്റ്, മഞ്ഞപ്പൊടി, പഞ്ചാര, കുറച്ചുപ്പ്, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മളെ ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി തിക്കായ ബാറ്റർ ആക്കുക. കണ്ടില്ലേ, ഇതേ കൺസിസ്റ്റൻസി. അതുകൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബോളിലേക്ക് നമ്മൾ പുഴുങ്ങിയ പഴക്കം ഓരോന്ന് ഇങ്ങനെ പൊളിച്ചു കിടക്കിടാന്നിടുക. അതിന് നല്ലോണം കൊണ്ട് മാഷ് ചെയ്തിട്ട് കുറച്ച് അരിപ്പൊടി മൈദപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒരു അരക്കപ്പെട്ടിട്ട് പിന്നെ നല്ലോണം കുഴച്ച് പരി നല്ല ചപ്പാത്തി പോലെയൊക്കെ കുറച്ചും കൂടി ഓയിൽ വയ്ക്കുക. അതിന് നല്ലോണം ചപ്പാത്തി മാവ് പോലെ കൂടെ ആക്കിയെടുക്കുക. അതൊരു 10 മിനിറ്റ് കൂടെ വെച്ചോ. അതൊന്നൊരു ചെറിയൊരു ഡോബോൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനമായ ബീഫ് ഫ്രൈ, അതായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ബീഫ് ഫ്രൈ ആണ്, തലേന്നത്തെയാണ്. നിങ്ങൾക്ക് അപ്പം ഫ്രഷ് വേണം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ആക്കട്ടോ. എന്നിട്ട് ഉണ്ടബോൾ ആക്കിയിട്ട് നമ്മൾ പഴത്തിന് ഡോബോളൊക്കെ കൈ കൊണ്ട് പരത്തിയിട്ട് ഈ ഒരു ബീഫും കൂടി അതിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത് നല്ലോണം അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ബോളാക്കുക. ഇതിന് നേരെ ബാറ്ററിൽ മുക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കൂടി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ സാധനം കളറായില്ലേ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ നടും അങ്ങോട്ട് പൊളിച്ച് കാണിച്ചിറക്കണ്ടില്ലേ. അതിന് ബീഫും പഴം കൂടി സ്റ്റഫ് ചെയ്ത് നല്ല കുട്ടപ്പന കണ്ടില്ലേ. എന്നിട്ടൊരു പെടുത്തം അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ, സ്വർഗം. അപ്പൊ അതാണ് നമ്മുടെ പഴംപൊരിയും ബീഫ് ബോള്. ഇത് സത്യം പറഞ്ഞാല് പഴംപൊരിക്കും ബോണ്ടയ്ക്കും ഉണ്ടായവൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കിട്ടിക്കാച്ചി സാധനമാണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ ബൈ.